നമസ്കാരം, വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. മതേതര മൂല്യങ്ങൾ പുതുതലമുറകൾക്ക് പകർന്നു കൊടുക്കേണ്ട സർവകലാശാലകളുടെ തലപ്പത്ത് വർഗീയ നിലപാടുകൾ പുലർത്തുന്നവരെ പ്രതിഷ്ഠിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ മതേതര മൂല്യങ്ങളെ തകർക്കാനിടവരുമെന്നും കേരളത്തിലെ വിഭിന്ന മതസമുദായങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ പൊതുസമൂഹം ഒറ്റക്കെട്ടായി രംഗത്ത് വരണമെന്നും KNM മർക്കസുദവ. ജൂനിയർ റെഡ് ക്രോസിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളിൽ സേവന മനസ്ഥിതിയും സാഹോദര്യവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച 2 ദിവസത്തെ സഹവാസ ക്യാമ്പാണ് SSM HSS തെയ്യാലിങ്ങൽ സ്കൂളിൽ സമാപിച്ചത്. തിരൂർ തുഞ്ചൻ പറമ്പിൽ ക്രിസ്തുമസ് രാവിനെ സംഗീത സാന്ദ്രമാക്കി പ്രശസ്ത ഗസൽ ഗായിക സുസ്മിത. തിരൂരിലെ സംഗീത കൂട്ടായ്മയായ പൂമരച്ചോട് സംഘടിപ്പിച്ച ഒരു നറു പുഷ്പമായി എന്ന സംഗീത വിരുന്നാണ് ആസ്വാദക മനം കവർന്നത്. തിരൂർ കല്ലിങ്ങൽ നേർച്ച ജനുവരി 27, 28 തീയതികളിൽ കൊണ്ടാടുവാൻ തീരുമാനിച്ചതായി ജാറം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. 27 ശനിയാഴ്ച വൈകിട്ടോടെയാണ് കൊടിയേറ്റം. ജനുവരി 20 ശനിയാഴ്ച വൈകിട്ടോടെ ചെറിയ കൊടിയേറ്റവും നടന്നു. നന്മ കൂട്ടായ്മയുടെ 3ാം വാർഷികാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാനും നന്മ രക്ഷാധികാരിയുമായ P രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ക്രിസ്തുമസ് വെളിച്ചത്തിന്റെ ഉത്സവമെന്ന് പരപ്പേരി CSI ക്രൈസ്റ്റ് ചർച്ച് ഫാദർ CK ഷൈൻ. വെളിച്ചം നഷ്ടപ്പെടുമ്പോഴാണ് ലോകത്തിൽ അനീതികൾ നടക്കുന്നതെന്നും ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവുകൾ തീർക്കാൻ വെളിച്ചത്തിന്റെ അഭാവം കാരണമാവുന്നുവെന്നും അദ്ദേഹം വെട്ടം ന്യൂസിനോട് പറഞ്ഞു. കേപ്പുരം VR നായനാർ സ്മാരക ഗ്രന്ഥാലയം മികച്ച ലൈബ്രറി പ്രവർത്തകനും സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ALP സ്കൂൾ പുത്തൻതെരു പ്രധാനാധ്യാപകനും VR നായനാർ സ്മാരക ഗ്രന്ഥാലയം അധ്യക്ഷനുമായിരുന്ന തോട്ടേക്കാട്ട് നാരായണൻ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. പുറത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 2001-2002 വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥി സൗഹൃദ സംഗമം സ്മൃതിലയം 2023 സ്കൂൾ അങ്കണത്തിൽ നടന്നു. ചടങ്ങിൽ തിരികെ വിളിക്കുന്നു കാലം എന്ന പേരിൽ ആദ്യകാല അധ്യാപകരും വിദ്യാർത്ഥികളും ഓർമ്മകൾ പങ്കുവച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള സ്കൂൾ കിറ്റ് വിതരണ ഉദ്ഘാടനവും നടന്നു. തിരൂർ ജില്ലാ ആശുപത്രിയിലെ ക്ലീനിംഗ്, സെക്യൂരിറ്റി ജോലി ചെയ്യുന്നവരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട് സ്വകാര്യ ഏജൻസിക്ക് കൈമാറാനുള്ള നീക്കത്തിനെതിരെ CITU നടത്തിയ ചർച്ച ഫലം കണ്ടു. കുറുകത്താണി ക്ലാരിപുത്തൂർ AMLP സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് 100 പേർക്ക് ഒറ്റ ദിവസം ജോലി നൽകുക എന്ന ഉദ്ദേശത്തോടെ പെരിന്തൽമണ്ണ ഗ്രീൻ ജോബ്സുമായി ചേർന്ന് തൊഴിൽ മേള സംഘടിപ്പിച്ചു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ നീണ്ടുനിന്ന തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ 100 കണക്കിന് ആളുകളാണ് സ്കൂളിലേക്ക് ഒഴുകിയെത്തിയത്. തലക്കാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി സിദ്ദിഖ് താഴത്തേതിൽ ചുമതല ഏറ്റെടുത്തു. മൂച്ചിക്കലിനടുത്ത് കരിമരത്ത് കാറിൽ വെച്ച് നിരോധിത ലഹരിമരുന്നായ MDMA ഉപയോഗിക്കുന്നതിനിടെ യുവാവ് പോലീസ് പിടിയിലായി. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. എടരിക്കോട് അമ്പലവട്ടം സ്വദേശി കാഞ്ഞിരത്തിങ്ങൽ ബിജുവാണ് താനൂർ പോലീസിന്റെ പിടിയിലായത്. ക്ഷണികമായ സൗകര്യങ്ങളെയും സുഖങ്ങളെയും അതിജയിച്ചാൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് തിളക്കമുള്ള വിജയമുണ്ടാവുകയുള്ളൂ എന്നും നമ്മൾ നമ്മളെ മനസ്സിലാക്കി കഴിവുകൾ തിരിച്ചറിയുമ്പോഴാണ് വിദ്യാർത്ഥിത്വം സമ്പന്നമാകുന്നതെന്നും ജില്ലാ കളക്ടർ VR വിനോദ് IAS. SSF മലപ്പുറം വെസ്റ്റ് ജില്ല സംഘടിപ്പിച്ച ക്യാമ്പസ് അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വകർമ്മ ജയന്തി ദിനത്തിൽ പ്രഖ്യാപിച്ച വിശ്വകർമ്മ യോജന രജിസ്ട്രേഷൻ ക്യാമ്പയിൻ BJP പുറത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BJP കളൂർ ഓഫീസിൽ വെച്ച് ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.